ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചെമ്പഴനീർ പൂവിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്കിലോട്ടുള്ള എപ്പിസോഡിൽ ട്രയലാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അപ്പം നമ്മുടെ രേവതിയുടെ സഹോദരൻ മദ്യപിച്ച് വീട്ടിൽ വരികയാണ്. മദ്യപാനവും പുകവലിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ദേവ് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരത്തിന് നമ്മുടെ ലക്ഷ്മി അമ്മ ഒരുപാട് വഴക്ക് പറയുന്നതാണ്. അപ്പം ശരത്തിനോട് പറയുന്നു, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഭയങ്കരമായിട്ട് ശരത്ത് ദേഷ്യപ്പെട്ടിട്ട് ബാഗും ഫോണും എല്ലാം എടുത്ത് നിലത്തോട്ട് വലിച്ചു തന്നിട്ട് കയറിപ്പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലക്ഷ്മി രേവതിയെ വിളിച്ച് സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി വിളിച്ചതനുസരിച്ച് നമ്മുടെ രേവതി വീട്ടിൽ വന്നിട്ട് അമ്മയെ കാണുകയാണ്. അപ്പം അമ്മയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നു, അവൻ ഒന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല മോളെ, അവൻ മദ്യപാനം ഉണ്ട്, ഇപ്പം ചെറുതായിട്ട് പുകവലിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൻ്റണിയോടുള്ള ഇതിനെല്ലാം കാരണവും നമ്മുടെ രേവതി പറയുന്നുണ്ട്. അപ്പം അവനെ എന്ത് പ്രതീക്ഷയോടെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നത്, അവൻ കുടുംബത്തിനൊരു സഹായമാവുമെന്നും എഞ്ചിനീയറാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ അതുപോലല്ല ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ പറയും. എല്ലാം എനിക്ക് മനസ്സിലായമേ, ഞാൻ ആൻ്റണിയുടെ കൂടെ കൂട്ടുസെറ്റ് പണ്ടേ വേണ്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷേ അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ എന്തായാലും അവനെ ഒന്ന് കാണട്ടെ, അമ്മ വിഷമിക്കേണ്ട എന്ന് പറയും. അങ്ങനെ നമ്മുടെ രേവതി നമ്മുടെ ആൻ്റണിയെ കാണാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ രേവതി ചെന്നിട്ട് നമ്മുടെ ആൻ്റണിയെ കാണുന്നുണ്ട്. അപ്പം ആൻ്റണിയെ കാണുമ്പോഴത്തേക്ക് ആൻ്റണി ചോദിക്കും, എന്താ ചേച്ചി വന്നത്, നിനക്കറിയത്തില്ല എന്തിനാ വന്നതെന്ന്, നീ എന്തിനാ ശരത്തിനെ കൂട്ടുപിടിച്ച് അവൻ്റെ കൂടെ മദ്യപാനവും സിഗരറ്റും ഒക്കെ അവന് മേടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കും. ഞാനോ? അവൻ ഇന്നേ വരെ മദ്യം കഴിച്ചിട്ടൊന്നുമില്ല, അത് നിങ്ങളുടെ തോന്നലാന്ന് പറയും. നിങ്ങളുടെ ഭർത്താവ് ഒരു മുക്കുടിയനാണ്, അപ്പോൾ നിങ്ങളുടെ അനിയനും കുടിക്കും. നീ വെറുതെ അനാവശ്യം പറയും, എൻ്റെ സച്ചേട്ടനെ കുറിച്ച് പറയാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ചാൽ ഇവർ തമ്മിലൊരു വാഗ്വാദം നടക്കുന്നുണ്ട്. പറയാം, അവൻ ഇതിനു മുമ്പ് മദ്യപാനം പുകവലി ഒന്നും ഇല്ലായിരുന്നു, നിൻ്റെ കൂടെ ചേർന്ന് നീയായി വേണ്ടാത്ത ശീലമൊക്കെ പഠിപ്പിച്ചത്, അവനെ അതിനല്ല ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവൻ കൊച്ചു കുഞ്ഞല്ലേ അവൻ്റെ വായിലൊഴിച്ച് കുടിപ്പിക്കാൻ, അവർ തോന്നുമ്പോൾ അവൻ കുടിക്കും. നിങ്ങൾ ഇവിടെ വന്ന് ഷോ ഒന്നും കാണിക്കേണ്ട, നീ എന്താടാ പറഞ്ഞതെന്നൊക്കെ ചോദിക്കും. എന്തുവായിരുന്നു എന്നു നമ്മുടെ ആൻ്റണിയോട് നമ്മുടെ ആൻ്റണി അടിക്കാനായിട്ട് നമ്മുടെ രേവതി കൈപ്പൊക്കുകയാണ്. നീ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ ഒന്നും കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻ്റണി പിടിച്ച് രേവതി അങ്ങ് തള്ളുവാണ്. തള്ളി രേവതി ബെഞ്ചി കൊണ്ട് രേവതിയുടെ തല പൊട്ടുന്ന സമയത്ത് ആ സൂക്ഷം പോലെ ആ കറക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ സച്ചി അങ്ങോട്ട് എൻട്രി ചെയ്യുന്നുണ്ട്. സച്ചി നമ്മുടെ ആൻ്റണിയെ പഞ്ഞിക്കിട്ടിട്ട് നമ്മുടെ രേവതിയും പിടിച്ചുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി ചെറിയൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്, തല പൊട്ടി. അങ്ങനെ നമ്മുടെ രേവതിക്ക് മരുന്നും തൈലും എല്ലാം ഇട്ടിട്ട് നമ്മുടെ രേവതിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മയെ വിളിച്ച് അവിടെ നടന്ന കാര്യങ്ങളും ആൻ്റണിയായിട്ടുണ്ടായ പ്രശ്നങ്ങളും എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അപ്പം അതേ സമയത്ത് തന്നെ നമ്മുടെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ MDയുടെ മകൾ വരുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റിലൊക്കെ വിദേശത്ത് പോയി പഠിച്ചിട്ട് വരുന്നതാണ് ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയും ശ്രീകാന്തുമായിട്ടൊക്കെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വർഷയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. വർഷ ശ്രീകാന്തിനും കൂടി പുറത്ത് പോകാനായിട്ടാണ് വരുന്നത്. പക്ഷേ വർഷ വന്നപ്പോൾ ശ്രീകാന്ത് അല്പം ബിസി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന് വരാൻ പറ്റത്തില്ല. അപ്പം വർഷ നമുക്ക് പിന്നെ പോകാമെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ശ്രീകാന്ത് വരാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം പിടിച്ച് പുറത്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നവീന് കുറേ കാലം കൊണ്ട് നമ്മുടെ നവീനെ കൊണ്ട് വലിയ ശല്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ നവീൻ പിന്നെയും വന്നിട്ടുണ്ട് നമ്മുടെ ശ്രുതിയെ ഉപദ്രവിക്കാനായിട്ട്. അങ്ങനെ നവീൻ നമ്മുടെ ശ്രുതിയെ വീടൊക്കെ കണ്ടുപിടിച്ചിരുന്നല്ലോ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള വീടെല്ലാം കണ്ടുപിടിച്ചു. അങ്ങനെ നവീൻ വീട്ടിൽ വന്നിട്ട് നവീൻ്റെ ഫോണിൽ നിന്ന് നമ്മുടെ മോനെ കൊണ്ട് ശ്രുതിയുടെ മകനെ കൊണ്ടുവന്ന് വീഡിയോ കോളിൽ വിളിപ്പിക്കുകയാണ്. അപ്പം ശ്രുതി ഫോൺ എടുക്കുമ്പോൾ നവീനാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഫോണിൽ കൂടി നവീനെ കാണുമ്പോൾ നമ്മുടെ ശ്രുതി പേടിച്ചിട്ടുണ്ട്. അപ്പം ആ ഫോണിൽ തന്നെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഞാൻ പറഞ്ഞ തുക തന്നില്ലെങ്കിലും, ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിലും നിൻ്റെ ജീവിതം തകർക്കാൻ എനിക്ക് കഴിയും, എനിക്ക് നിന്നെ നേരിട്ട് കാണണം, ഞാൻ വിളിച്ചാൽ നീ ഫോൺ എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ നവീൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പം ശ്രുതി പറയും, ഞാൻ കാണാമെന്ന് പറയും. കാരണം ഒരു ഭീഷണിയുടെ സ്വരം കിടപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ശ്രുതി നവീനെ കാണാൻ തയ്യാറാവുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് വരണമെന്ന് തന്നെ പറയുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ശ്രുതിക്ക് അതിനുള്ള ധൈര്യമില്ല. അപ്പം നമ്മുടെ മീരയും കൂട്ടിക്കൊണ്ടാണ്, എപ്പോഴും സഹചാരിയാണല്ലോ മീര, അപ്പം നമ്മുടെ മീരയും കൂട്ടിക്കൊണ്ടാണ് നമ്മുടെ ശ്രുതി പോകുന്നത്. അങ്ങനെ നമ്മുടെ നവീൻ ഭീഷണിപ്പെടുത്തിയ പ്രകാരം നമ്മുടെ ശ്രുതി മീരയും കൂട്ടിക്കൊണ്ട് നവീനെ കാണാൻ വരികയാണ്. അപ്പം നവീൻ
മീരെ കണ്ടതും ശ്രുതിയത്ത് ചോദിക്കും, ഞാൻ നിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കും. എന്നെ കൂട്ടിക്കൊണ്ട് വന്നാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കും, നീ കൂടെ വരണ്ട, ഞാൻ അവളുടെ അടുത്ത് മാത്രമേ വരാൻ പറഞ്ഞത്, ഞാൻ ആവശ്യപ്പെട്ട പൈസ എന്തോ ആയി, നവീനെ നീ എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തരുത്, നീ ആവശ്യപ്പെടുന്ന പണമൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, എപ്പോഴും നീ ഇങ്ങനെ കാശ് ചോദിച്ചാൽ ഞാൻ എവിടുന്ന് ശരിയാക്കി തരാനാ, നീയിട്ട് എൻ്റെ ജോലി പോകാൻ കാരണം, നീ കാരണം എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, ഭാര്യയില്ല, കുട്ടിയില്ല, എൻ്റെ ജോലി പോയി, ഞാനങ്ങനെ ജീവിക്കും, നീ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ നമ്മുടെ മീര പറയുന്നത്, നീ കൂടുതൽ സംസാരിക്കേണ്ട, എനിക്ക് നീയുമായിട്ടൊരു ഡീലും ഇല്ലെന്ന് പറയും. ഞാൻ പറയുന്നത് കേട്ടേ പറ്റത്തുള്ളൂ മീരേ, അതുകൊണ്ട് എനിക്ക് നീ കാശ് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്നുവെച്ചാൽ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നവീനെ പ്ലീസ് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി വളരെ അപേക്ഷിക്കും. നീ എത്ര അപേക്ഷിച്ചിട്ടും കാര്യമില്ല ശ്രുതി, എൻ്റെ ജോലി തെറിപ്പിക്കാനൊക്കെ നിനക്ക് എന്തൊരു ഉത്സാഹമായിരുന്നു നിൻ്റെ ജീവൻ തകർക്കാനും. എനിക്ക് പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ തകർക്കും. നിൻ്റെ മോൻ്റെ ഫോട്ടോസെല്ലാം ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, വീഡിയോ കോൾ, ഇതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കാണിക്കും, കല്യാണി ശ്രുതിയായി മാറിയതൊക്കെ ഞാൻ പറയുമെന്ന് പറയും. നവീനെ പ്ലീസ് എന്ന് പറഞ്ഞിട്ടൊന്നും നമ്മുടെ നവീൻ കേൾക്കത്തില്ല. ഞാൻ നിനക്ക് കാശ് തരാം, അങ്ങനെ വഴിക്ക് വാന്നൊക്കെ പറഞ്ഞ് പറയും. അങ്ങനെ നമ്മുടെ നവീൻ അങ്ങ് തിരിച്ചു പോകും. അങ്ങനെ അതിനുശേഷം നമ്മുടെ സച്ചി വിളിച്ച് നമ്മുടെ ആൻ്റണിയുടെ കാര്യമൊക്കെ ലക്ഷ്മി അമ്മയടുത്ത് പറയും. അങ്ങനെ ലക്ഷ്മി അമ്മ വന്ന് നമ്മുടെ ശരത്തിനോട് ദേഷ്യപ്പെടുകയാണ്, നീ കാരണം ഇതെല്ലാം സംഭവിച്ചത്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് അമ്മയെ പറയുന്നത്, നീ കാരണം നിൻ്റെ ചേച്ചിക്ക് ആക്സിഡൻറ്റോ, ചേച്ചിക്ക് എന്ത് പറ്റിയെന്ന് നിനക്കറിയത്തില്ലേ, അവനോടുള്ള കൂട്ടുസെറ്റ് നിൻ്റെ അടുത്ത് വേണ്ടെന്ന് എത്ര തവണ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് നീ കേൾക്കത്തില്ല, അവൻ്റെ കൂടി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ ശരത്തിനെ അടിക്കുകയാണ്. അമ്മ എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ അടിക്കുന്നത്, പറയാം ആൻ്റണി ചെയ്തത് നീ കണ്ടില്ലേ, ആൻ്റണി ചേട്ടൻ എന്ത് ചെയ്തെന്നാ, ഒരു ആൻ്റണി ചേട്ടൻ അവനൊരുത്തൻ എൻ്റെ മോളുടെ തല പിടിച്ച് പൊട്ടിച്ച് എന്ന് പറഞ്ഞ് സച്ചി അവന് കണക്കിന് കൊടുത്തിട്ടുണ്ട്, ചേച്ചിയുടെ തല ആൻ്റണി ചേട്ടൻ അടിച്ചു പൊട്ടിച്ചെന്നോ, അവൻ്റെ അടുത്ത് നിൻ്റെ കാര്യം ചോദിക്കാൻ അവിടെ ചെന്നപ്പം അവൻ നിന്നെ ചേച്ചിയെ ആക്രമിച്ചെന്നാ പറയുന്നതെന്ന് പറയും. അങ്ങനെ നമ്മുടെ ശരത്തിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ആൻ്റണിയോട് കൂട്ടുണ്ടെങ്കിൽ സ്വന്തം ചേച്ചി അമ്മയെ പോലാണ്, ചേച്ചി ഉപയോഗിച്ച് നമ്മുടെ ശരത്തിന് സഹിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ആൻ്റണിയെ കാണാൻ വേണ്ടി നമ്മുടെ ശരത്ത് പോവുകയാണ്. അങ്ങനെ അവർ തമ്മിൽ ഇനി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരത്തും നമ്മുടെ സച്ചിയും എല്ലാം കൂടി ചേർന്നൊരു റീയൂണിയൻ ഉണ്ടാവും ഉടനെ തന്നെ. അങ്ങനെ അതിൻ്റെ എല്ലാം പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉടനെ കാണാം. അതിൻ്റെ പേരും കഥകളുടെ ഒരു ചെറിയ ട്രെയിലറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.